പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ്. വലിയ ഒരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ എന്നുള്ള ആശങ്കയിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സംഭവ വികാസങ്ങളിലേക്ക് ഏറ്റവും അവസാനമായ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണത്തിൽ നിരവധി പേർ മരണമടഞ്ഞതായും അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇസ്രായേൽ ഇറാനിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഇസ്രായേലിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിൽ നിരവധി മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നിരവധി കെയർടേക്കേഴ്സായിട്ട് നിരവധി ആളുകൾ കേരളത്തിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടക്കുമ്പോൾ തീർച്ചയായും അത് കേരളത്തിലെ ജനങ്ങളെയും അല്പം ആശങ്കയിൽ ആഴ്ത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് ഇസ്രായേലിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന സിനി ജോസഫ് പാലായിൽ നിന്നാണ് അവർ അങ്ങോട്ട് ഇസ്രായേലിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇസ്രായേലിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അവിടെ അവർ ജോലി ചെയ്യുന്ന പ്രദേശത്ത് എങ്ങനെയാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുവാനായി അവരിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിനി ജോസ്, നമുക്കറിയാം ഇപ്പോൾ പശ്ചിമേഷ്യ വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള നിരവധി മലയാളികൾ ആശങ്കയിലാണ്, അവരുടെ കുടുംബങ്ങൾ കേരളത്തിലും ആശങ്കയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ആ പ്രദേശത്ത് എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിൻ്റെ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്, ആ പ്രദേശത്ത്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത്? നമസ്കാരം റോബിൻ, ഞാൻ ടെല്ലവിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ മുനിസിപ്പാലിറ്റിയുടെ ഏകദേശം ഒരു 200 മീറ്റർ അടുത്തും ബെൻഗുറിയോൺ എയർപോർട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് അവർ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ബെൻഗുറിയോൺ എയർപോർട്ടും ഡിമോണയും ഹൈഫ ആക്കിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങളെ കെയർ ഗീവേഴ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷനുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് ഓരോ വീടുകളിൽ കെയർ ഗീവേഴ്സ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അത്യാവശ്യം ഹമാസിന്റെ ആണെങ്കിലും 2021 യുദ്ധമാണെങ്കിലും ഞങ്ങൾ ഫേസ് ചെയ്തതാണ്. എന്നിരുന്നാലും ഇറാന്റെ ഈ റാക്കറ്റ് വരുമ്പം, അതായത് ഞങ്ങൾക്ക് 14 തീയതി രാത്രിയിലാണ് ഞങ്ങൾ ശരിക്കും അതിന്റെ ആ ഒരു തീവ്രത ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ റെയിൽവേ പാളത്തിൽ നമ്മൾ തല വെച്ച് കിടക്കുമ്പം ആ ട്രെയിൻ വരുമ്പോൾ എങ്ങനെ വരുന്നു അതുപോലെ ഭയങ്കര മുഴക്കത്തോടുകൂടി ഒരു സൗണ്ടാണ്. പ്രത്യേകിച്ച് ടെല്ലവിയില് അന്ന് ഒരു 4-5 വന്നിട്ടുണ്ടായി. 14 തീയതി വൈകുന്നേരവും ഇന്നലെ രാത്രിക്കും. അന്നേരം നമുക്ക് ശരിക്കും ഫേസ് ആവുന്നു. ശരിക്കും നമ്മൾ എന്താ പറയുക, നന്നായിട്ട് പേടിച്ചു പോകും ഒരു സമയം. പിന്നെ ആ സ്ഫോടനം ഉണ്ടാവുമ്പോഴാണെങ്കിലും നന്നായിട്ട് നമ്മൾ പേടിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വന്നിരിക്കുന്ന സാഹചര്യവും പിന്നെ ഇസ്രായേലിലുള്ള വിശ്വാസവും എല്ലാം കൊണ്ടും തന്നെ നമ്മൾ വീണ്ടെടുക്കും. എന്നിരുന്നാലും ഞങ്ങള് ഇപ്പോൾ മെന്റലി എല്ലാവരോടും പ്രിപ്പയർ ആകാനും, അതായത് എല്ലാവർക്കും ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മകളും അങ്ങനെ എല്ലായും ഉണ്ട്. അപ്പൊ അതില് എല്ലാവരും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ചെറിയ ബാഗ് പ്രിപ്പയർ ചെയ്യാനും. കാരണം ഇന്നലെ രാത്രിയിൽ 3 മണിക്കാണെങ്കിൽ ബെത്തിയാം എന്ന് പറഞ്ഞ സ്ഥലത്താണെങ്കിൽ തന്നെ 1-2 മലയാളി കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ജസ്റ്റ് പാസ്പോർട്ടും ചെറിയ ബാഗും എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. അവരുടെ ഡ്രസ്സോ വെള്ളമോ സ്നാക്സോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരും അങ്ങനെ എടുക്കാൻ, പ്രത്യേകിച്ച് പേടി കാരണം ആരും ഇങ്ങനെ എടുക്കാൻ തോന്നത്തില്ല. പിന്നെ ഞങ്ങൾ അത്രമാത്രം പ്രിപ്പയർഡ് ആയിരുന്നില്ല. പക്ഷെ ഇന്ന് എല്ലാവരും വാട്സപ്പ് കൂട്ടായ്മ വഴിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ബാഗ് എടുക്കണം, എല്ലാ സാധനങ്ങളും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ. ഇത് കഴിഞ്ഞ ഹമാസിന്റെ 2023 ഒക്ടോബർ 6 തീയതിയിലെ ഹമാസിന്റെ യുദ്ധത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഹമാസ് വിടുക എന്ന് പറയുമ്പം അതത്ര പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നില്ല. അതിന്റെ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഗെറ്റ് യൂസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പേടി അന്ന് അഫക്റ്റ് ആയില്ല. പക്ഷെ ഇറാന്റെ ഇത് കഴിഞ്ഞ 2 ദിവസത്തിലെ അതിന്റെ സൗണ്ടും അതിന്റെ വരവും എല്ലാം കാണുമ്പോൾ തന്നെ നല്ലൊരു പേടിയുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ വഴിയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചും എല്ലാം ഞങ്ങള് വർക്കിലെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ നാട്ടിലുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു എല്ലാവരും നിന്ന് മുന്നറിയിപ്പുകൾ എങ്ങനെയാ നൽകുന്നത് അവര്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്? നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മിസൈല് ഇങ്ങോട്ട് വിടുന്നത് അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എമർജൻസി വാർണിംഗ് നമ്മുടെ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് എല്ലാവരുടെയും ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, അത് നോർമൽ ഫോൺ ആയിക്കോട്ടെ, നമുക്ക് ഫ്ലാഷ് ലൈറ്റ് വരും മുന്നറിയിപ്പ് എന്ന രീതിയിൽ. പിന്നെ ഫ്രണ്ട് കമാൻഡ് വഴിയും നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് അവർ പറയുന്നുണ്ട് ഇത്ര 10 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്
വീണ്ടും നമുക്ക് റെഡ് അലേർട്ട് വഴിയും ഫ്രണ്ട് കമാൻഡ് വഴിയും നമുക്ക് അലാറം വരുന്നുണ്ട്, മുനിസിപ്പാലിറ്റി അലാറം വരുന്നുണ്ട്. ഞങ്ങളൊക്കെ താമസിക്കുന്ന ടെല്ലവ്യൂ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സൗണ്ട് അലാം കൂടി വരുന്നുണ്ട്. നമുക്കതുകൊണ്ട് എല്ലാ രീതിയിലും നമുക്ക് 10 മിനിറ്റ് മുമ്പ് നമുക്കിവിടെ പ്രത്യേകിച്ച് നമുക്ക് മൊബൈലിലെ അലാറം വരും, നിങ്ങൾ സേഫ്റ്റി റൂമിന്റെ അടുത്ത് പോയി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിയുമ്പം കറക്റ്റ് സമയത്ത് നമ്മൾ പറയും സേഫ്റ്റി റൂമിലോട്ട് കയറിക്കോളാൻ പറഞ്ഞിട്ട് നമുക്ക് അലാറം വരും. ഇത് കഴിഞ്ഞതെല്ലാം നിലവിൽ ഓക്കെ ആണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇവർ അലാറം തരുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി റൂമിൽ നിന്ന് പുറത്തു പോകാം, പക്ഷെ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട്. മറ്റൊരു കാര്യം, ഈ സേഫ്റ്റി റൂമിലേക്ക് ഇപ്പോൾ ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം എത്ര പ്രാവശ്യം നിങ്ങൾക്ക് സേഫ്റ്റി റൂമിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്? ഞങ്ങൾക്ക് 13-ാം തീയതി ആ സംഭവം ഇറാനിൽ അവർ സ്റ്റാർട്ട് ചെയ്തത് ഇസ്രായേൽ ടൈം ഏകദേശം ഒരു 12 മണിയോടെയാണ്. പക്ഷെ ഞങ്ങൾക്ക് 3 മണി 2:45 3 മണിയോട് കൂടിയാണ് ഞങ്ങളോട് ഇവിടെ പ്രൊട്ടക്ഷൻ റൂമിലോട്ട് കയറിക്കോളാൻ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ദൈവാനുഗ്രഹത്താൽ. ഡ്രോണുകളാണ് വന്നത്, ഒരു 100ഓളം ഡ്രോണുകൾ വിട്ടു, പക്ഷെ അതൊന്നും ഇസ്രായേൽ ടെറിട്ടറിയിലോട്ട് വന്നിട്ട് പോലും ഇല്ല. പിന്നെ ഞങ്ങളോട് 14-ാം തീയതി വൈകുന്നേരം ഒരു 6-7 മണിയോട് കൂടിയാണ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അയക്കാൻ ഡിറ്റക്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 9:45 കൂടിയാണ് വീണ്ടും അവര് 13-ാം തീയതി ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളെ പ്രൊട്ടക്ഷൻ റൂമിലോട്ട് പോകണമെന്നും. പിന്നെ രാത്രിയിൽ ഒരു 1:30 കൂടി, ഇന്നലെയും 2 പ്രാവശ്യം ഉണ്ടായി, ഏകദേശം ഒരു 10:30 കൂടിയും പിന്നെ ഒരു 2:30 കൂടിയിട്ടും. ഇന്നലെ 2 പ്രാവശ്യമാണ്. അത് ഇന്നലെ അവസാനം വന്ന അറ്റാക്ക്, അതായത് ഇന്നലെ ഒരു 2:45 കൂടി വന്ന അറ്റാക്ക് ഇറാഖും ഇറാനും യമനും കൂടിയിട്ടുള്ളതായിരുന്നു. 3 പേരും കൂടിയിട്ട് ഒന്നിച്ചൊരു അറ്റാക്ക് ആയതുകൊണ്ട് ഏകദേശം ഒരു 2 മണിക്കൂറോടും ഞങ്ങള് സേഫ്റ്റി റൂമിൽ കഴിയേണ്ടി വന്നു. സേഫ്റ്റി റൂമിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് നിങ്ങൾക്കുള്ളത്? സേഫ്റ്റി റൂമില് നമുക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാ വീടുകൾക്കും പറയേണ്ട കാര്യം, എല്ലാ വീടുകൾക്കും സേഫ്റ്റി റൂം ഒട്ടും ഇല്ല താനും. പഴയ വീടുകൾക്കൊക്കെ സേഫ്റ്റി റൂം ഇല്ല. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യുക, നമ്മൾ താഴെ ഇറങ്ങി നിൽക്കും. നമുക്ക് പബ്ലിക് സേഫ്റ്റി റൂം ഉണ്ട്, അങ്ങനെയുള്ളിടത്ത് മാറണം. അവിടെ കുടിക്കാനുള്ള വെള്ളം കാണും, ചെറിയ ബിസ്ക്കറ്റോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കാണും. പിന്നെ നമ്മുടെ അത്യാവശ്യം ടോയ്ലറ്റിൽ പോകാനും അങ്ങനത്തെ സൗകര്യങ്ങളാണ് നമുക്ക് അവിടെ ഉള്ളത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം 2 പേർ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അത് അവർ റെസ്ക്യൂ ആയിട്ട് എങ്ങോട്ടെങ്കിലും മാറാൻ വേണ്ടിയായിരുന്നോ, എന്തിനു വേണ്ടിയായിരുന്നു അവർ അന്ന് പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്? മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം 2 പേർ പുറത്തിറങ്ങി, അവരുടെ കയ്യിൽ രാത്രി പുറത്തിറങ്ങുന്ന സാഹചര്യം. ഇന്നലെ ബെത്തിയാമില് ഒരു വീടിന്റെ നേരെ അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ വീടിന് സേഫ്റ്റി റൂം ഇല്ലാത്തതുകൊണ്ട് അവിടെ കെയർ ഗീവർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടി പബ്ലിക് സ്ഥലത്തിലോട്ട് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ എല്ലാവരും കയ്യിലൊരു ചെറിയൊരു ബാഗ് കൈ പിടിക്കുന്നുണ്ടാവും. ആ ബാഗിന്റെ അകത്ത് പാസ്പോർട്ടും അത്യാവശ്യം പൈസയും അങ്ങനെ സാധനങ്ങൾ എല്ലാവരും വെച്ചിട്ട് ഞങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് അങ്ങനെ നടക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ ചെറിയൊരു ബാഗും കൂടി പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങളും എല്ലാവരും പറയുന്നതാണ്, എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതുമാണ്. പക്ഷെ ആ ടെൻഷനിൽ എന്തോ ആ കുട്ടിക്ക് എടുത്തില്ല, പലരും എടുക്കാറില്ല. അങ്ങനെ വന്നപ്പം കുട്ടിക്ക് വെള്ളം കുടിക്കാനോ സ്നാക്സോ ഒരു ജോഡി ഡ്രസ്സോ ഒന്നും ഇല്ലാണ്ട് പോയി. നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് അങ്ങനെ ആ കുട്ടി 6 മാസമോ 8 മാസമോ എങ്ങാണ്ട് ആയുള്ളൂ എന്നാണ് ഒരു കേട്ടറിവ്. അപ്പോൾ ശരിക്കും കുട്ടിയാണെങ്കിലും ഈ സേഫ്റ്റി റൂം ഇല്ലാത്ത ആളുകൾ, വീട്ടിലില്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഫോർമേഷൻ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും സേഫ്റ്റി റൂം ഉള്ള എങ്ങോട്ടെങ്കിലും മാറുന്നു അവിടെ, അല്ലേ? മാറണം. സേഫ്റ്റി റൂം ഉള്ളതിന്റെ അടുത്തോട്ട് നമ്മൾ മാറി നിൽക്കണം. എന്നിട്ട് ലാസ്റ്റ് വാർണിംഗ്, നമുക്ക് മുനിസിപ്പാലിറ്റി അലാറം ലാസ്റ്റ് വരും, ഇന്ന പ്രദേശങ്ങളിലോട്ടാണ് അറ്റാക്ക് വരുന്നതെന്ന്. അന്നേരം ആ ഓരോ സ്ഥലങ്ങളിൽ അവിടെയുള്ള ആളുകൾ സേഫ്റ്റി റൂമിന്റെ ഉള്ളിലോട്ട് കയറണം. മറ്റൊന്ന്, അവിടുത്തെ ജനങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഇടപഴകുന്നതാണല്ലോ, അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു മെന്റാലിറ്റി എങ്ങനെയാണ് ഇതിനോട്? ഇവിടുത്തെ ജനങ്ങളാണെങ്കിൽ അവർ പറയുന്നത് എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഈ കാലവും കടന്നു പോകും, പക്ഷേ ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്, അതുകൊണ്ട് ഇത് നടന്നേ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങളെ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയാം, അവർ പറയുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടുകളിലാണ് പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് എല്ലാം അറിയാം. എന്നിരുന്നാലും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം അത്യാവശ്യമായതുകൊണ്ട് സഹകരിക്കുക,
എന്താവശ്യം ഉണ്ടെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്യാം. അവർ നമ്മുടെ എല്ലാ ആവശ്യത്തിനും ഫാമിലി കൂടെ നിൽക്കുന്നുണ്ട്. യുദ്ധം ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് എല്ലാരും പറയുന്നത്. ഒരു ചെറിയ പേടി എല്ലാവരുടെയൊക്കെ മുഖത്തൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ആവശ്യമാണ് എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അവര് പിന്നെ എല്ലാവരും പറഞ്ഞോളൂ. ഇങ്ങനെ പലയിടത്തും പല സോഷ്യൽ മീഡിയയിലും പലയിടത്തും പറയുന്നുണ്ട് ഇസ്രായേലില് പല സാധനങ്ങൾക്കും ഷോർട്ടേജ് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അവർ സാധനങ്ങൾ വാരി കൂട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ പലതും പിക്ചറും എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കിവിടെ പ്രശ്നം വന്നത് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ശബാത്ത് തുടങ്ങുന്നതിന് മുമ്പ് നോർമലി വീക്ക്ലി ഷോപ്പിംഗ് ഞങ്ങൾക്കുള്ളതാണ്. അതിനനുസരിച്ചിട്ട് ഞങ്ങൾ വീക്ക്ലി ഷോപ്പിംഗ് ഞങ്ങൾ എല്ലാവരും ചെയ്തു വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ അങ്ങനെ ഷോർട്ടേജ് അനുഭവപ്പെട്ടിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഷോപ്പും എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകൾ എല്ലാം ഓപ്പൺ ആണ്. അതിനൊന്നും ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അടിയന്തരമായിട്ട് ഭക്ഷണങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ ശേഖരിച്ച് വെക്കണം എന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ വെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹചര്യം ഇപ്പോഴവിടെ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, എല്ലാ കടകളും അടച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനോ അങ്ങനെയൊന്നുമല്ല. റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവൈലബിലിറ്റി ഇല്ലായികയില്ല. സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇപ്പോഴും. കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന ഏതെങ്കിലും വാർത്തകൾ ശരിയല്ല അങ്ങനെയുള്ള തോന്നിയിട്ടുണ്ടോ? അവിടെ നിന്ന് വരുന്ന വാർത്തകൾ 14-ാം തീയതി രാത്രിയിൽ ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാനിൽ 2 മരണമാണ് സംഭവിച്ചിട്ടുള്ളായിരുന്നു. ഞങ്ങൾ നേരം വെളുത്തതിന് ശേഷം ഞങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പല പല പ്രമുഖ ചാനലുകളും 78 മരണം, 75 മരണം, 48 മരണം എന്നൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ, പിന്നെ നാടുകളിൽ നിന്ന് ഞങ്ങളെ ഓരോന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അവര് തന്നെ ഇത് കണ്ടിട്ട് പേടിക്കുന്ന രീതിയിലാണ് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോഴും ഞങ്ങൾ അവരോട് ഇങ്ങനെ പറയാറുള്ളൂ, ഞങ്ങൾക്ക് പേടിയുണ്ട്, ടെൻഷനുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഇസ്രായേൽ എന്ന രാജ്യത്തോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് ചോദിക്കുക. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അവരോട് ഞങ്ങൾ പറയുന്നതും സമാധാനിപ്പിക്കുന്നതും. മറ്റൊന്ന്, അവിടുത്തെ ആളുകൾക്ക് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കാലങ്ങളായി അവിടുത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ ഈ ഒരു ആക്രമണ സമയത്ത് അവരിൽ വ്യത്യസ്തമായി എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇതൊരു വലിയ യുദ്ധമാണ് എന്നോ അതും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വലിയ ആക്രമണം നടക്കും അങ്ങനെ വല്ല ഫീലും, അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ട്? എന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളാണെങ്കിലും ഇപ്പോൾ ട്രാഫിക് ഉണ്ട്, അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, ആതുര സേവനം, അങ്ങനെയുള്ള മേഖലകളിലെല്ലാം പൊതുവിൽ നിരത്തിൽ, നിങ്ങളുടെ അവിടെയുള്ള നിരത്തിൽ എന്തെങ്കിലും പതിവിന് വിപരീതമായി, എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഗാസയിൽ നിന്ന് ഹമാസ് ആക്രമിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥകൾ, അങ്ങനെയുള്ള ആക്രമണങ്ങളെല്ലാം ഹൂത്തികളുടെ ആക്രമണം, അതുപോലെ ഹിസ്ബുള്ളയുടെ ആക്രമണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം വിപരീതമായിട്ട് ഈ ആക്രമണത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കണ്ടോ അവിടെ എന്തെങ്കിലും നടപടികൾ? പ്രത്യേകിച്ച് ഇതുവരെ, കാരണം ഇന്ന് രാവിലെ ആണെങ്കിലും ഇവിടെ നമ്മളെല്ലാവരും കെയർ ജോർ സെക്ടറിൽ നിൽക്കുമ്പോൾ നമ്മുടെ എംപ്ലോയറെ കൊണ്ട് രാവിലെ മോർണിംഗ് വാക്കിന് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ വാക്കിങ്ങിന് 1 hour 2 hour പുറത്ത് പോകാറുണ്ട്. ഞാനും പതിപോലെ എന്റെ എംപ്ലോയറെ കൂടെ ഞാൻ പുറത്ത് പോയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാം പതിപോലെ തന്നെ നടക്കുന്നു. നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് നടന്ന എല്ലാ കാര്യങ്ങളും പതിപോലെ തന്നെ നടക്കുന്നു. പക്ഷെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വാഹനങ്ങൾ നിരത്തിലില്ല. അതുപോലെ പണ്ടത്തെ പോലെ ഒത്തിരി ആളുകൾ നിരത്തിലൂടെ ഇല്ല. കുറച്ചൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് എല്ലാവരും വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടാനാണ് ശ്രമിക്കുന്നത്. എന്നിരുന്നാലും എല്ലായിടത്തും എല്ലാവരും സോഫ്റ്റ് ആണ്. ആരും അത്രയ്ക്കും അങ്ങനെ എന്താ പറയുക, ആ ഒരു പിരിമുറുക്കത്തിലൂടെ പോകുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എല്ലാവരും കൂളാണ്. മറ്റൊന്ന്, നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മകളിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും എന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം എന്തൊക്കെ ഒരു പ്രിക്വേഷൻ അങ്ങനെ വല്ലതും എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും പരസ്പരം പറഞ്ഞ്? അല്ല, നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ന്യൂസ്, കാരണം എല്ലാവർക്കും ഒന്നും ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്, ഇപ്പൊ എത്ര മരണമുണ്ട്, ഇപ്പൊ എത്ര ഇഞ്ചുറീസ് ഉണ്ട് എന്ന് തന്നെയാണ്. ബെത്യാമിൽ ഇതുവരെ 3 പേരെ കാണാതെ പോയിട്ടുണ്ട്. 7 പേരുണ്ടായിരുന്നു, അതിൽ 4 പേരെ കിട്ടി, 3 പേരെ കാണാതെ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്താണ് നടക്കുന്നത് എന്നൊരു അപ്ഡേറ്റ് വേണം ഉള്ളത് കൊണ്ട്
നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഒരു രണ്ടോ മൂന്നൊക്കെ വാട്സപ്പ് കൂട്ടായ്മ കൂടി അതിലോട്ട് ആളുകളെ ചേർത്ത് അതിൽ നമ്മൾ ഇൻഫർമേഷൻ ഇട്ട് കൊടുക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം. കാരണം നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ലല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും അറിയാൻ സാധിക്കും ഇപ്പൊ എന്താണ് നടക്കുന്നത്. ഇപ്പൊ ഈ ലാസ്റ്റ് 1 hour തന്നെ ഏകദേശം ഒരു 10-20ഓളം ഡ്രോൺസ് വന്നിട്ടുണ്ട് ഇറാൻ ആൻഡ് ഇറാഖിൽ നിന്നും. പക്ഷെ ഒന്നും ദൈവാനുഗ്രഹത്തിൽ ഇവിടെ വരെ എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അപ്ഡേഷൻ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഇനി എന്താണ്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ പ്രസ് മീറ്റിംഗ് വിളിക്കുമ്പം എല്ലാവർക്കും ഒന്നും TV കാണാനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി കുറവായതുകൊണ്ട്, കാരണം ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്കത് TV കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ലാത്തത് കൊണ്ട് അതിന്റെ പരിഭാഷ നമ്മളെല്ലാവരും ഇങ്ങനെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇട്ട് കൊടുക്കും. സ്പോക്ക്മാൻ സംസാരിക്കുന്നതും എല്ലാം ഇട്ട് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും അറിയാലോ. ഒന്ന് ഞങ്ങളെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, നാട്ടിലുള്ള ആളുകളോട് ഇപ്പോൾ ഞാൻ ചോദിക്കാത്ത ചോദ്യത്തിനും അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ചോദിച്ച ചോദ്യങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും? അല്ല, നാട്ടിലുള്ള ആളുകളോട് പറയാനുള്ളത്, കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം, ആരെയും അങ്ങനെ വിമർശിക്കുന്നതല്ല. പക്ഷെ ഞങ്ങൾ എന്ന് പറയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ വന്നിരിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ആരും രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ആരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ബേസിക്കലി വന്നിരിക്കുന്നത് ഞങ്ങളുടെ രാജ്യമായ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി തന്നെയാണ്. അപ്പം ഞങ്ങളെ മനസ്സുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ ഞങ്ങളെ എന്താ പറയാ മോശമായിട്ട് പറയുന്നത് കുറച്ചൊക്കെ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു പിരിമുറുക്കം കൂടി ഇല്ലാതായിരിക്കും. കാരണം ഞങ്ങൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഞങ്ങളെ കാണുന്നത് ഞങ്ങളെ പോലും ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും ദൂരവും ഈ രാജ്യത്തോട്ടും വന്നിരിക്കുന്നത് കാരണം 2021 11 ദിവസത്തെ യുദ്ധം, 2023 ഒക്ടോബർ 6 മുതൽ ഇന്ന് വരെയുള്ള യുദ്ധം, കൂടെ ഇപ്പൊ ഇറാന്റെ ഈ യുദ്ധം, ഇതെല്ലാം അഭിമുഖീകരിച്ചും ഞങ്ങൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി തന്നെയാണ്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാം ആണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ എന്താ പറയാ സോഷ്യൽ മീഡിയ വഴി ഞങ്ങളെ മോശക്കാരാക്കാതെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കതൊരു എനർജി ആയിരിക്കും. അത്രേ പറയാനുള്ളൂ. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. സിനി ജോസ് പാലായിൽ നിന്നാണ് അവർ ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ നമ്മളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. വരും ദിവസങ്ങളിലും ദയവായി ഞങ്ങളുമായിട്ട് പ്രതികരിക്കുക ഈ വിഷയങ്ങളെക്കുറിച്ച്. വീണ്ടും ബന്ധപ്പെടുന്നതായിരിക്കും. ഒരുപാട് നന്ദി.